നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഗൗരവകരമായ പരാമർശങ്ങളുമായി ഹൈക്കോടതി. അവിവാഹിതനായ രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. അതേസമയം ബലം പ്രയോഗിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമടക്കം പ്രഥമ വിവര മൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. കേസിൽ പിന്നീട് വിധി പറയുമെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. ആദ്യ ബലാത്സംഗ കേസിൽ നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. പരാതിയിൽ പറയുന്ന സംഭവത്തിന് ശേഷവും യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ പാലക്കാട്ടേക്ക് പോയതായി കാണുന്നുവെന്നും വാട്സ്ആപ്പ് ചാറ്റുകളടക്കം പരിശോധിച്ച് കോടതി യുവതിയുടെ FIR സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷമാണ് പരാതിക്കാരിക്കെതിരെ പരാമർശം നടത്തിയത്. യുവതി മൊഴിയിൽ പറയുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വിലയിരുത്തി. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. എന്നാൽ നഗ്നദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തത് പരിഗണിക്കാനാകുമെന്ന് കോടതി പറഞ്ഞു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം അവസ്ഥയിലെത്തിച്ച് യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നതിനു ശേഷം 2 ദിവസം പാലക്കാട് രാഹുലിനൊപ്പം പരാതിക്കാരി താമസിച്ചിരുന്നല്ലോ എന്നും കോടതി ആരാഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ പരാതിക്കാരിക്ക് വിശദീകരണമുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി ഇതിനുശേഷമാണല്ലോ മറ്റു കേസുകൾ ഉണ്ടായതെന്ന് ചോദിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുണ്ടല്ലോ എന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു. മാർച്ച് 17 പാലക്കാട് എത്തിയപ്പോൾ രാഹുൽ ബലം പ്രയോഗിച്ചുവെന്നും കുട്ടി വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുലാണെന്നും FISൽ ഉണ്ടല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഗർഭഛിദ്രത്തിന് അതിജീവിതയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും വീഡിയോ കോളിൽ വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിനെതിരെ അതിജീവിതയും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കും വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് നിലവിൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ലൈംഗിക പീഡന പരാതിയിൽ സംശയങ്ങൾ ഉന്നയിച്ചാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രംഗത്തെത്തിയത്. കേസിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ബലാത്സംഗ ആരോപണങ്ങളിൽ കോടതി സംശയങ്ങൾ ഉന്നയിച്ചത്. പരാതി നൽകിയതിലെ കാലതാമസം, ബലാത്സംഗം നടന്നുവെന്ന് അവകാശപ്പെടുന്ന സമയത്തിനു ശേഷം രാഹുലുമായിട്ടുള്ള ബന്ധം, വിവാഹ വാഗ്ദാനത്തിലെ വൈരുദ്ധ്യം തുടങ്ങിയവയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിക്കാരി വിവാഹിതയാണെന്നും ആ ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതി എങ്ങനെ പരാതിക്കാരിയെ നിയമപരമായി വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നത് വിചാരണയിൽ തെളിയേണ്ട കാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗം ആരോപിക്കപ്പെടുന്ന സമയത്തിനു ശേഷവും പരാതിക്കാരി രാഹുലുമായി വാട്സ്ആപ്പ് വഴിയും മറ്റും സൗഹൃദ ബന്ധം തുടർന്നിരുന്നുവെന്നും പലതവണ പണം കൈമാറിയിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് കോടതി പറഞ്ഞു. ബലാത്സംഗം നടന്ന ശേഷം ഏകദേശം 1 വർഷവും 9 മാസവും കഴിഞ്ഞാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ വലിയ കാലതാമസത്തിന് വ്യക്തമായ വിശദീകരണം നൽകാൻ പരാതിക്കാരിക്ക് സാധിച്ചിട്ടില്ല എന്നതും കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുന്നതിനായി പരിഗണിച്ചു. സംഭവത്തിന് ശേഷവും ഹർജിക്കാരനുമായി ബന്ധം നിലനിർത്തിയിരുന്നതായും പാലക്കാട് ഒരു ഫ്ളാറ്റ് സംയുക്തമായി വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ തുടർന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ കാരണം അതിൽ നിന്ന് പരാതിക്കാരി പിന്മാറി. ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷവും ഉൾപ്പെടെ നിരവധി തവണ അവർ ഹർജിക്കാരന് പണം കൈമാറിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. മറ്റു ചില സ്ത്രീകൾ ഹർജിക്കാരനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷമാണ് താൻ സംഭവം പരസ്യമാക്കിയതെന്ന് പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ചെടുക്കുമ്പോൾ വിശദമായ വിലയിരുത്തൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. രാഹുൽ 18 ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പ്രധാന തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞുവെന്നും കോടതി വിലയിരുത്തി. അതിനാൽ തന്നെ തുടർന്നുള്ള കസ്റ്റഡി അന്വേഷണത്തിന് ആവശ്യമില്ലെന്നും കോടതി കണ്ടെത്തി.